വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഷെയർസ് മേ ബി ഇഷ്യൂഡ് ഇൻ എനി ഓഫ് ദ ഫോളോയിങ് വേസ്. താഴെ പറഞ്ഞിരിക്കുന്ന 3 രീതിയിലാണ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഒന്നെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഫോർ ക്യാഷ്. ഫസ്റ്റ് വണ്ണാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഫോർ ക്യാഷിന് വേണ്ടിയിട്ട് ഷെയർസ് പ്രൈവറ്റ്ലി പ്ലേസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആസ് പെർ സെക്ഷൻ 42 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, എ കമ്പനി മേ ഇഷ്യൂ ഷെയർസ് ഓൺ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസ് ഓൾസോ. ഇറ്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി ഡയറക്റ്റ് ടു വൺ ഇൻവെസ്റ്റർ ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഇവിടെ മെയിനായിട്ടും ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിന് ഡയറക്റ്റായിട്ട് കമ്പനി സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈവറ്റായിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 42-ൽ കമ്പനിക്ക് ഷെയർസ് പ്രൈവറ്റായിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. Generally, the investors are the financial institutions or other existing companies. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എക്സിസ്റ്റിംഗ് കമ്പനീസോ മറ്റുള്ള എക്സിസ്റ്റിംഗ് കമ്പനീസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ആണ് സാധാരണഗതിയിൽ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നത്. ഇൻ ദിസ് കേസ് ദ കമ്പനി ഡസ് നോട്ട് ഇൻവൈറ്റ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ബട്ട് മേക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് to promoters, their friends and relatives, mutual funds, financial institutions like LIC, UTI, ICICI, etc. ഈ ഒരു കേസിൽ കമ്പനിക്ക് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ അവർ പ്രൊമോട്ട് ചെയ്യുകയില്ല. അവർ പകരം എങ്ങനെയാണ് കൊടുക്കുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിന് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഷെയർ നമ്മളുടെ പ്രൊമോട്ടേഴ്സിന്, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനോ അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആകാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്, ദ അലോട്ടീസ് കനോട്ട് സെൽ ദർ ഷെയർസ് ഫോർ എ മിനിമം പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ്. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് ലോക്ക് ഇൻ പീരീഡ്. ഇങ്ങനെയുള്ള കേസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മുഖേന ഷെയർസ് സ്വീകരിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് ഉടനെ തന്നെ അത് സെല്ല് ചെയ്യാൻ പറ്റില്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. മിനിമം 3 വർഷമെങ്കിലും ആ ഷെയർസ് അവരെന്ത് ചെയ്യണം, കൈവശം വെക്കണം. വെച്ചാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ ഒരു 3 വർഷത്തിന് അലോട്ട്മെൻറ്റ് തുടങ്ങുമ്പം തൊട്ട് നെക്സ്റ്റ് 3 years വരെയുള്ള ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ് ലോക്ക് ഇൻ പീരീഡ്. ലോക്ക് ഡൗൺ ചെയ്യല്ലേ, ആ ഒരു ഷെയർസ് 3 വർഷത്തേക്കിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഷെയർസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പീരീഡിന് പറയുന്ന പേരാണ് ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. പബ്ലിക് സബ്സ്ക്രിപ്ഷൻ. എന്താണ് പബ്ലിക് സബ്സ്ക്രിപ്ഷൻ? പബ്ലിക് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പബ്ലിക് കമ്പനീസാണ് എന്ത് ചെയ്യുന്നത്, പബ്ലിക് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത്. ഇത് ഷെയർസ് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, പബ്ലിക്കിനല്ലേ, സാധാരണ ആൾക്കാർക്കാണ്, പബ്ലിക്കിനായിരിക്കും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി അതിൻ്റെ അകത്തെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം അല്ലേ. ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇൻവിറ്റേഷൻ തരുന്നു എന്ന് പറഞ്ഞൊരു പ്രോസ്പെക്ടസ് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷനാണ്. എന്ത് പറഞ്ഞാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് ഞങ്ങൾ നിങ്ങൾ പബ്ലിക്ക് വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞൊരു ഇൻവിറ്റേഷനാണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്യണം, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ മേടിക്കണം അല്ലേ. അപ്പം പബ്ലിക് എന്ത് ചെയ്യും, പ്രോസ്പെക്ടസ് കിട്ടിയതിന് ശേഷം, ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതിന് ശേഷം അവരെന്ത് ചെയ്യും, ആ ഷെയർസിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ച് കൊടുക്കും. അതൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ മണിയോട് കൂടി ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്,
to receive application. After reading the prospectus, the public applies for shares with the necessary application money. Then next പറയുന്ന സ്റ്റെപ്പാണ്, തേർഡ് സ്റ്റെപ്പാണ് ടു മേക്ക് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ആപ്ലിക്കേഷൻ ഇപ്പം നമ്മൾ പബ്ലിക് ഒരുപാട് ഷെയർസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ വെക്കുക അല്ലേ. നമ്മൾ 100 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പം പല ആൾക്കാരും ചിലർ 50 ഷെയർസിന് വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചിരിക്കും, ചിലർ 60 ഷെയർസിനായിരിക്കും ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, ഓരോരുത്തർക്കും എന്ത് ചെയ്യണം, അവരുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസിന് അനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അലോട്ട് ചെയ്ത് കൊടുക്കണം. നോക്കി, ടു മേക്ക് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അറ്റ് ദിസ് സ്റ്റേജ് ഈച്ച് അലോട്ടി will be issued share certificate for eligible number of shares. In case of over subscription, allotment shall be made on proportionate basis according to the number of shares applied for. At this stage, each allotee has to pay the required allotment money. ഈ ഒരു സ്റ്റേജിൽ, അലോട്ട്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഓരോരുത്തരും അപ്ലൈ ചെയ്തേക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവരുടെ എലിജിബിൾ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യും. അതുപോലെ തന്നെ ഷെയർ ഇഷ്യൂ സർട്ടിഫിക്കറ്റും അവർക്ക് ഇഷ്യൂ ചെയ്ത് ഓരോ അലോട്ടീസിനും ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ഇനി ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പ്രൊറൈറ്റ ബേസിൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ അലോട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അലോട്ട്മെൻറ്റ് മണി എന്ത് ചെയ്യണം, എല്ലാ ഷെയർസ് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് മണി കൊടുക്കുക തന്നെ വേണം. സമയത്ത് കമ്പനികൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഫസ്റ്റ് വൺ, സെക്ഷൻ 39 subsection 1 of the Companies Act 2013 provides that a company cannot allot shares to the public unless the amount stated in the prospectus as the minimum subscription has been subscribed. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന മിനിമം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, പബ്ലിക്കിന് കമ്പനി ഷെയർസ് അലോട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി എന്താണ് ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് നോക്കാം. മിനിമം സബ്സ്ക്രിപ്ഷൻ മീൻസ് ദ എമൗണ്ട് in the option of the directors is the minimum to be raised by the minimum of shares so as to provide for the following: for the payment of purchase price of any property, for the payment of preliminary expense, for working capital, for any expenditure required for the smooth conduct of the business operation. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, ഡയറക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്തിനു വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് യൂട്ടിലൈസ് ചെയ്തു പോകുന്നത്, ഈ താഴെ പറഞ്ഞിരിക്കുന്ന 4 പോയിൻറ്റുകളാണ് യൂട്ടിലൈസ് ചെയ്തു പോകുന്നത്. ഒന്നെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസസിൻ്റെ പേയ്മെൻറ്റുകൾ നടത്തുന്നതിന്, അല്ലെങ്കിൽ കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ നടത്തുന്ന കമ്പനിക്ക് എന്തെങ്കിലും ബിസിനസ് ഓപ്പറേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചറുകൾ നടത്തിക്കൊണ്ട് പോകുന്നതിനും വേണ്ടിയിട്ടാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എങ്കിലും ഉണ്ടാവണം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ബുക്ക് ബിൽഡിംഗ്. എന്താണ് ഈ ബുക്ക് ബിൽഡിംഗ് എന്നുള്ളത് നോക്കാം. Book building is a systematic process of generating, capturing and recording investors' demand for shares during the initial public offering IPO or other securities during their issuance process in order to support efficient price discovery. It is basically a process used in IPO for efficient price discovery. Under book building process, the issue price of shares is determined by the demand and supply forces in the capital market. Here, bids are invited from the investors who place their bids at different prices. The issue price is determined by issuing company on the basis of bid received. The main advantage of the book building is that issue price is realistic and fair, but it is suitable for mega issue only. ഇവിടെ ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ഇവിടെ മെയിനായിട്ട് നോക്കുന്നത് IPO അല്ലെങ്കിൽ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ സമയത്താണ് മെയിനായിട്ട് ബുക്ക് ബിൽഡിംഗ് വരുന്നത്. ബുക്ക് ബിൽഡിങ്ങിൻ്റെ സമയത്ത് അവർ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, എന്താണ്, അവരുടെ ഷെയർസ് പല ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവരൊരു ബിഡായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൈസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഏറ്റവും നല്ല ഒരു ഇഷ്യൂ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഈ ബിഡുകളുടെ സഹായം തേടും. ഏറ്റവും നല്ലൊരു പ്രൈസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്.
ദെൻ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ടു മേക്ക് കോൾസ്. അപ്പം ഫസ്റ്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, പ്രോസ്പെക്ടസ് കൊടുത്ത് ഇൻവൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതിന് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യണം, ഇൻവിറ്റേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർസ് അലോട്ട് ചെയ്യണം. അലോട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഷെയർസ് എല്ലാം കോൾ ചെയ്യണം. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പാണ് ടു മേക്ക് കോൾസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് പെയ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ടഡ് ആർ നോട്ട് കോൾസ് ബട്ട് subsequent installments as when demanded are calls. Each installment is named as first call, second call and final call. Sometimes if a company may demand the whole amount of shares on application in one installment. In such cases there are no further calls. ചില കേസിൽ നമുക്കറിയാം കോൾസ് എന്ന് പറയുമ്പോൾ അറിയാം, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെയാണ് നമുക്ക് കോൾസ് വരുന്നത് അല്ലേ. കമ്പനി ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നില്ല, ഷെയർസ് കോൾ ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു, പല ഘട്ടങ്ങളായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കോൾ നടത്തി ഷെയർസിൻ്റെ വാല്യൂ മേടിക്കുന്നത്. ചില കേസിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഹോൾ എമൗണ്ടും അവരെന്ത് ചെയ്യും, കോൾ ചെയ്ത് മേടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി എന്തൊക്കെ എൻട്രീസാണ് ഒരു ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഏതൊക്കെ എൻട്രീസ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഫോർ റെസീപ്റ്റ് ഓഫ് ഷെയർ ആപ്ലിക്കേഷൻ മണി. നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യണം. ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ. ദെൻ സെക്കൻഡ് എൻട്രി എന്ത് നോക്കി, ഫോർ ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ. ഈ റിസീവ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ മണി നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രിയാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. Then for refund of application money on rejected application. In case റിജക്ഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ എൻട്രിയാണ് ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്. Then next one, for transfer of application money to allotment account in case of partly allotted or pro rata allotment of shares ടു ആപ്ലിക്കൻ്റ്. ഇനി പ്രൊറേറ്റ ബേസിസിലാണ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് എങ്കിൽ എങ്ങനെയാണ് എൻട്രി വരുന്നതെന്ന് നോക്കി, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഒരു എൻട്രിയും കൂടെ വരുന്നതാണിത്. ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് രണ്ട് എൻട്രീസും കൂടെ കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും എഴുതുന്നത്, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ അലോട്ട്മെൻറ്റ് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ഈ മേളിൽ കിടക്കുന്ന 3 എൻട്രീസ് അല്ലെങ്കിൽ മേളിൽ കിടക്കുന്ന എൻട്രീസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഇങ്ങനെ ഒരു എൻട്രി ആയിട്ടും എഴുതാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർ റെക്കോർഡിംഗ് ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ്. അലോട്ട്മെൻറ്റിൽ എമൗണ്ട് ഡ്യൂ ആകുമ്പം എൻട്രി ഇങ്ങനെ വരും, ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. എപ്പോഴും ഓർത്തോണം, അലോട്ട്മെൻറ്റ് തൊട്ട് എമൗണ്ട് ഡ്യൂ ആവും, അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എമൗണ്ട് റിസീപ്റ്റ് ആകത്തുള്ളൂ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആകത്തുള്ളൂ. അപ്പം ഡ്യൂ ആകുമ്പോൾ ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ റിസീപ്റ്റ് ആകുമ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സ് വരും, എങ്ങനെ വരും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട്. ദെൻ ഫോർ ഷെയർ ഫസ്റ്റ് കോൾ നടത്തുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ ഡ്യൂ ആവുന്ന എൻട്രിയാണ് ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഫസ്റ്റ് കോളിൻ്റെ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ഫസ്റ്റ് കോൾ. ദെൻ സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ. അപ്പം സെക്കൻഡ് കോൾ, തേർഡ് കോൾ, ഫോർത്ത് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ തന്നെ വരും. ആദ്യം എമൗണ്ട് എന്താണ്, ഡ്യൂ ആവണം, അതിന് ശേഷമാണ് റിസീപ്റ്റ് നടക്കേണ്ടത്. അപ്പം ഡ്യൂ ആകുമ്പോൾ ഉള്ളത് ഷെയർ സെക്കൻഡ് കോൾ അല്ലെങ്കിൽ ഷെയർ തേർഡ് കോൾ അല്ലെങ്കിൽ ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. ദെൻ റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു ഷെയർ ഫൈനൽ കോൾ ആണെങ്കിൽ ഫൈനൽ കോൾ, ഷെയർ സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് കോൾ, തേർഡ് കോൾ ആണെങ്കിൽ തേർഡ് കോൾ. അപ്പോൾ എപ്പോഴും ഓർത്തണം, അലോട്ട്മെൻറ്റ് തൊട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം ഒന്ന് ഡ്യൂ ആവണം, ഡ്യൂ ആയതിനു ശേഷം മാത്രമേ എന്താകത്തുള്ളൂ, പേയ്മെൻറ്റ് റിസീവ് ചെയ്യത്തുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. അപ്പം ഇഷ്യൂ ഓഫ് ഷെയർസിന് 8 എൻട്രീസാണ് വരുന്നത്. ആ 8 എൻട്രീസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. എന്താണ് ഈ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് നമുക്ക് നോക്കാം. കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, അഡ്വാൻസ് ആയിട്ട് കോൾ മണി പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. നോക്കിയാൽ സെക്ഷൻ 50 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 50 അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് കോൾ മണി ബിഫോർ എ കോൾ ബിക്കം ഡ്യൂ ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. ഒരു കോൾ ഡ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു, കോൾ മണി അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. When a company demands the allotment money or a call money, shareholders may pay
not only the amount demanded but also the balance amount in respect which no call has been made. ചില കേസുകളിൽ ഷെയർ ഹോൾഡർ അലോട്ട്മെൻറ്റ് മണി എന്താ കമ്പനി ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ ചില ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് പേയ്മെൻറ്റും എന്ത് ചെയ്യും, അങ്ങ് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ആ കമ്പനി റിസീവ് ചെയ്യുന്ന എമൗണ്ടിന് പറയുന്ന പേരാണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. When the amount of call in advance is received, it is credited to newly opened account, calls in advance account. കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് കമ്പനി റിസീവ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് ആ എമൗണ്ടിനെ നമ്മൾ ആ ഒരു അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഷോൺ ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് ഓഫ് കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഹെഡിന് കീഴിൽ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് കാണിക്കുകയും ചെയ്യണം. ദെൻ ഇനി നമുക്ക് നോക്കാം എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കി. അതിന് മുമ്പ് ബോൾഡായിട്ട് കിടക്കുന്നതെന്ന് നോക്കി. ഇഫ് ദ കമ്പനി ഹാസ് അഡോപ്റ്റഡ് ടേബിൾ എഫ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, ഇറ്റ് ഈസ് റിക്വയർഡ് ടു പേ ഇൻട്രസ്റ്റ് നോട്ട് എക്സീഡിങ് 12% per annum. ഈ കോൾസ് ഇൻ അഡ്വാൻസ് എമൗണ്ട് കൈപ്പറ്റിയതിന് ശേഷം കമ്പനീസ് ആക്ട് 2013 ടേബിൾ എഫ് പ്രകാരമാണ് കമ്പനി അവരുടെ റൂൾസ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, കോൾസ് ഇൻ അഡ്വാൻസിന് മാക്സിമം 12% per annum എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് പേ ചെയ്ത് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് വൺ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ജേണൽ എൻട്രീസ് ആണ്, നമുക്ക് നോക്കാം. ഫോർ ദ റെസിപ്റ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് കൈപ്പറ്റുമ്പോഴുള്ള എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റഡ് ടു കോൾസ് ഇൻ അഡ്വാൻസ്. ദെൻ ഫോർ ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രീസ് ആണ്. ഇപ്പോൾ ഓരോ കോൾസ് ഉണ്ടല്ലേ, അപ്പോൾ ആ റെലവൻറ്റ് കോൾസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന എൻട്രിയാണ് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു റെലവൻറ്റ് കോൾസ്. ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോള്, സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് കോള്, തേർഡ് കോൾ ആണെങ്കിൽ തേർഡ് കോള്. ദെൻ നെക്സ്റ്റ് വൺ ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇൻ കേസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് എങ്കിൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റഡ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്, ഡ്യൂ ആയി കഴിഞ്ഞ് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുക്കുന്ന എൻട്രിയാണ് സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക്. Then next one for transfer of interest on calls in advance to profit and loss account. ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതിൻ്റെ എൻട്രിയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. ഇപ്പോൾ അതിന് 5 എൻട്രീസാണ് കോൾസ് ഇൻ അഡ്വാൻസിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്ത് ചെയ്യണം, കോൾസ് ഇൻ അഡ്വാൻസ് റിസീപ്റ്റ് ചെയ്ത് എൻട്രി എഴുതണം. അതിനുശേഷം എന്ത് ചെയ്യണം, അത് ഏത് റിലവൻറ്റ് അക്കൗണ്ടിലാണോ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ആദ്യം ഡ്യൂ ആണ്, അതിനുശേഷം പേയ്മെൻറ്റ് നടത്തണം. അതിനുശേഷം ഈ പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നെക്സ്റ്റ് വൺ കോൾസ് ഇൻ അരിയേഴ്സ് ആണ്. എന്താണ് ഈ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്? എന്താണ് നേരത്തെ പറഞ്ഞ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ, കോള് ചെയ്തതിന് ശേഷവും ഷെയർ ഹോൾഡേഴ്സ് പൈസ അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ കോൾസ് ഇൻ അരിയേഴ്സിനെ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എപ്പോഴും കാണിക്കുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ കമ്പനി എപ്പോഴും എന്ത് ചെയ്യും, യൂഷ്വലി ദർ ഈസ് നോ നീഡ് ടു ഓപ്പൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ദ ഷെയർ കോൾ അക്കൗണ്ട് will show a debit balance which is the amount of calls in arrears. കോൾസ് ഇൻ അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് കോൾസ് ഇൻ അഡ്വാൻസ് വന്ന ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമായിരുന്നു. കോൾസ് ഇൻ അരിയേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്ത് ചെയ്താൽ മതി, ഡയറക്റ്റ് ഷെയർ അക്കൗണ്ടിലേക്ക് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് അത് ഡെബിറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ഇപ്പം 10,000 രൂപ മേടിക്ക് തരേണ്ട അടുത്ത് 8,000 രൂപ തന്നിട്ടുണ്ടെങ്കിൽ 8,000 രൂപ റിസീപ്റ്റ് ആയിട്ട് 2,000 രൂപ ഡെബിറ്റിലും കാണിക്കണം. എന്ത് കാണിക്കണം, നമുക്ക് എമൗണ്ട് തന്നിട്ടില്ല എന്ന് പറഞ്ഞ് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. ഇറ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ബൈ വേ ഓഫ് ഡിഡക്ഷൻ ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഷെയർ ക്യാപിറ്റൽ എഴുതി കഴിഞ്ഞ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ, ദെൻ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കോൾസ് ഇൻ അരിയേഴ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ടോട്ടൽ കോൾഡ് അപ്പ് ക്യാപിറ്റലായിട്ട് കാണിക്കുന്നത്. ഇതിനകത്ത് കമ്പനീസ് ആക്ട് 2013 ടേബിൾ എഫ് പ്രകാരമാണ് ഡയറക്ടേഴ്സ്
ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ കോൾസ് ഇൻ അരിയേഴ്സ് വരുന്നതിനും മിനിമം മാക്സിമം ഓഫ് 10% per annum എന്ത് ചെയ്യണം, ഒരു ഇൻട്രസ്റ്റ് കോൾസിന് മേടിക്കേണ്ടതാണ്. അവർ ഈ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ടുള്ള എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് 10% ഇൻട്രസ്റ്റും കൂടെ അടച്ചു വേണം അത് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ദെൻ ഇതിൻ്റെ എൻട്രീസ് വരുന്നതെന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്, കോൾസ് ഇൻ അരിയേഴ്സ് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രിയാണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഉള്ള എൻട്രി എങ്ങനെയാണ് വരുന്നത്? സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്. ദെൻ ഇത് കോൾസ് ഇൻ അരിയേഴ്സ് റെസിപ്റ്റ് ആകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ ഈ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രിയാണ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നേരത്തെ കണ്ട എൻട്രി കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ എല്ലാം എന്താണ്, റിവേഴ്സാണ് എന്തെന്ന് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിൽ എൻട്രീസ് വരുന്നത്. ഈ ഷെയർസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇഷ്യൂ ചെയ്യാമെന്നുള്ളതാണ്. മെയിൻലി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് പറയുമ്പോൾ ഓർത്തണം, 10 രൂപയാണ് ഫേസ് വാല്യൂ എങ്കിൽ ആ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്നാണ് പറയുന്നത്, ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്നാണ് പറയുന്നത്. സെയിം വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ നടത്തുന്നത്. അതേസമയം ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം 10 രൂപ വിലയുള്ള ഷെയർ 12 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ 2 രൂപ എക്സ്ട്രാ പ്രീമിയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയും. നോക്കിയാൽ ഷെയർസ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം സെക്ഷൻ 52 കാണിച്ചിരിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 52 പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. When a company issues shares at a higher price higher than its face value, it is said to have been issued at a premium. Suppose a shares of ₹100 is issued at ₹110. 10 is the amount of premium per share. The premium on issue of shares is a capital profit and must be credited to securities premium reserve account. It must be shown in the balance sheet liability side under the head reserves and സർപ്ലസ്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ എന്താണ്, അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ്. അതുകൊണ്ട് അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിലും ഈ എമൗണ്ട് കാണിക്കണം. Under Section 52, Subsection 2 of the Companies Act 2013, the securities premium may be used for the following purposes. സെക്യൂരിറ്റീസ് പ്രീമിയം എന്തൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യാം എന്നുള്ളതും സെക്ഷൻ 52 സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുണ്ട്. എന്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കി. ഫോർ റൈറ്റ് ഓഫ് ദ പ്രിലിമിനറി എക്സ്പെൻസ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്, ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നതിന്. അതുപോലെ തന്നെ ഫോർ റൈറ്റിംഗ് ഓഫ് ദ എക്സ്പെൻസസ്, കമ്മീഷൻ ഓർ ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും എക്സ്പെൻസസുകളോ അല്ലെങ്കിൽ കമ്മീഷനോ ഡിസ്കൗണ്ട് അലൗഡോ ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ട്. ഫോർ പ്രൊവൈഡിങ് ഫോർ പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്ന സമയത്ത് പ്രീമിയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം എമൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫോർ ബൈബാക്ക് ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ് ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് അണ്ടർ സെക്ഷൻ 68. ഈ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യാം, ഈ പറയുന്ന സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ആ ബോൾഡായിട്ട് കിടക്കുന്ന കാര്യം നോക്കുക. സെക്യൂരിറ്റീസ് പ്രീമിയം കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ അഡ്ജസ്റ്റിംഗ് ഓഫ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഇൻ കേസ് ഓഫ് കമ്പനീസ് ഗവേൺഡ് ബൈ സെക്ഷൻ 133 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 വിച്ച് ആർ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ്ഡ്. ഇനി ഇവിടെ പറഞ്ഞ സെക്യൂരിറ്റീസ് പ്രീമിയം ഈ പറഞ്ഞിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ കമ്പനീസ് ഗവേൺഡ് ബൈ സെക്ഷൻ 133 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഉള്ളവർക്ക് എന്ത് ചെയ്യണം, ആ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ ആയിരിക്കണം ആ സെക്യൂരിറ്റീസ് പ്രീമിയം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.